Good morning, students. At the university question, evaluate integral 0 to 1, integral 0 to 1, integral 0 to 1, e raised to x plus y plus z dx dy dz. This May 2022 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിൽ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഇന്റഗ്രൽ 0 to 1, integral 0 to 1, integral 0 to 1, e raised to x plus y plus z dx. ഈ ഒരു പോർഷൻ നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഈ dx ന്റെ പോർഷനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാക്കുന്നു. അപ്പോൾ ഇവിടെ e raised to x plus y plus z നെ x വെച്ച് നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ബോക്സ് ഇട്ടു കേട്ടോ. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 1, integral 0 to 1, e raised to x plus y plus z നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to x plus y plus z. Then lower limit 0, upper limit 1, dy dz. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെ d raised to x ന്റെ ഇന്റഗ്രൽ എന്താണ്? e raised to x ന്റെ. e raised to x plus y plus z ന്റെ ഇന്റഗ്രൽ എന്താണ്? e raised to x plus y plus z. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 0 to 1, ഇവിടെ നമുക്ക് x നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ e raised to upper limit എന്ത് കൊടുക്കും? 1 plus y plus z. Then lower limit കൊടുക്കണം. lower limit കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? e raised to y plus z. Then into dy dz. That is equal to integral 0 to 1, integral 0 to 1, e raised to 1 plus y plus z. e raised to y plus z നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇവിടെ എന്തുണ്ട്? e ഉണ്ട്. e raised to 1 plus y plus z ൽ നിന്ന് e raised to y plus z പുറത്തെടുത്താൽ e ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? 1 ഉണ്ടാവും. അപ്പോൾ dy dz. ഇവിടെ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിച്ച് x raised to m plus n എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to m into x raised to. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ രണ്ട് ടേമിൽ നിന്ന് e raised to y plus z പുറത്തെടുത്തു. അപ്പോൾ e വന്നു, രണ്ടാമത്തിൽ 1 വന്നു, dy dz. ഈ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ e minus 1 പുറത്തേക്ക് എടുത്തു. Then that is equal to e minus 1 integral 0 to 1, integral 0 to 1, e raised to y plus z dy dz. ഇനി നമുക്ക് അതിനെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. രണ്ടാമത് y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. y ൽ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ e minus 1 into integral 0 to 1, e raised to y plus z നെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്താ കിട്ടുന്നത്? e raised to y plus z. ഇനി lower limit 0, upper limit 1 dz. That is e minus 1 into 0 to 1. ഇവിടെ നമ്മൾ y ക്കാണ് ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ e raised to 1 plus z minus e raised to നമ്മൾ 0 കൊടുക്കുമ്പോൾ e raised to z. That is e minus 1 into integral 0 to 1. ഇവിടെ നമ്മൾ e raised to z നമുക്ക് പുറത്തേക്ക് എടുക്കാം. പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ e കിട്ടും. ഇവിടെ എന്ത് കിട്ടും? -1. That is equal to e minus 1 into e minus 1. Integral 0 to 1 e raised to z dx. That is e minus 1 into e minus 1. Integrate ചെയ്യുമ്പോൾ e raised to z 0 to 1. എന്ന് പറഞ്ഞാൽ e minus 1, e minus 1, e minus 1. അപ്പർ ലിമിറ്റ് 1 കൊടുത്തു കഴിയുമ്പോൾ e raised to 1 minus e raised to 0 എന്ന് പറഞ്ഞാൽ 1 വരും. ഫൈനൽ ആൻസർ എന്ത് കിട്ടും? e minus 1 the whole cube. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ x വെച്ചും y വെച്ചും z വെച്ചും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? e minus 1 whole cube എന്നാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ആദ്യം നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. ആദ്യം നമ്മൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, x ന്റെ ലിമിറ്റ് കൊടുത്തു. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, y യുടെ ലിമിറ്റ് കൊടുത്തു. z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, z ലിമിറ്റ്. ആദ്യം നമ്മൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ e raised to 1 plus y plus z minus e raised to y plus z എന്ന് കിട്ടും. അതിൽ കോമൺ ഫാക്ടർ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്, e raised to y plus z. അപ്പോൾ e minus 1 പുറത്തോട്ട് ചാടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? e raised to y plus z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. അതായത് നമ്മൾ e minus 1 പുറത്തെടുത്തു.
അതിനുശേഷം വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു E-1 കിട്ടും. അങ്ങനെ E-1 ഇൻറ്റു E-1 ഇൻറ്റു E-1 ഹോൾ ക്യൂബ്. ഇത് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് മെയ് 2022 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചതാണ്. അത് 2019 സ്കീമിലെ സ്റ്റുഡൻസിനോടും ചോദിക്കാം. ഈ സെയിം മോഡ്യൂൾ തന്നെയാണ് അവർക്ക് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കും 2019 സ്കീമിനോടും ചോദിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇത് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ E-1 ഹോൾ ക്യൂബ് എന്നാണ്. ഓക്കെ.